ജൂൺ 2-ന് സ്കൂൾ തുറക്കുമോ അതോ സ്കൂൾ തുറക്കാൻ 2 ആഴ്ച വൈകുമോ? ഈ ഒരു വാർത്ത വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ വ്യാപകമായി സ്പ്രെഡ് ആവുന്നുണ്ട്. മറ്റൊന്നുമല്ല, ജൂൺ 2 തന്നെ സ്കൂൾ തുറക്കും. പക്ഷേ ജൂൺ 2-ന് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ആദ്യ 2 ആഴ്ച യാതൊരു വിധത്തിലുള്ള അക്കാദമിക് ക്ലാസ്സുകളും ഉണ്ടായിരിക്കില്ല. അതായത് ക്ലാസ്സുകളില്ലാതെ, ടെക്സ്റ്റ് ബുക്ക് തുറക്കാതെ, നോട്ട്ബുക്ക് എഴുതാത്ത ഒരു 2 ആഴ്ച സ്കൂളിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനുഭവമായിരിക്കും. ഇതുവരെ ഒരു മുൻ തലമുറക്കും ലഭിക്കാതിരുന്ന ഒരു സൗഭാഗ്യമാണ് ഇത്തവണ സ്കൂൾ തുറന്നാൽ ആദ്യ 2 ആഴ്ച ഈ ഒരു തലമുറയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നെ ഈ 2 ആഴ്ച എന്ത് ആക്ടിവിറ്റീസ് ആണ് സ്കൂളുകളിൽ നടക്കുന്നുണ്ടാവുക? മറ്റൊന്നുമല്ല, വിദ്യാർത്ഥികളെ നാളത്തെ രാജ്യ നന്മയ്ക്ക് വേണ്ടി, നാളത്തെ രാജ്യത്തിന് ഏറ്റവും ഫലപ്രദമായ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സമുദായത്തെ, ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരുപാട് നല്ല ആക്ടിവിറ്റീസ്, ഒരുപാട് ഇന്ററാക്റ്റീവ് ക്ലാസ്സുകൾ, അതായത് അക്കാദമിക് ക്ലാസ്സുകളല്ല, അത് കുട്ടികൾക്ക് ലഭിക്കും. അതൊരു അനുഭവമായിരിക്കും. മൊബൈൽ ഫോണിന്റെ വളരെ അമിത ഉപയോഗത്തിൽ പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ അവർ മൊബൈൽ ഫോൺ ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങും. ലഹരി ഉപയോഗിക്കുകയില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അതിനെ ഇനി പരിപൂർണമായും എതിർക്കും. അത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ള, ഒരുപാട് നന്മകളുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമായി മാറാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ അനുഭവ സമ്പത്തുള്ള ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ ഇന്ററാക്റ്റീവായിട്ട് ഈ ക്ലാസ്സുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കഴിയട്ടെ. ഈ ഒരു സൗഭാഗ്യം ലഭിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തോട് നമുക്കൊക്കെ അസൂയാണ്. അപ്പോൾ ഈ 2 ആഴ്ച ഏറ്റവും നല്ല രീതിയിൽ ഈ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുക. നാളെയുടെ രാജ്യനന്മയ്ക്ക് വിദ്യാർത്ഥികൾക്ക് വളരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സങ്കടകരമായ എന്നാൽ സന്തോഷവും ഉള്ള ഒരു വാർത്ത കൂടി ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുകയാണ്. ഈ വർഷം മുതൽ എല്ലാ മാസവും സ്കൂളുകളിൽ പരീക്ഷ നടത്തുവാനുള്ള ഒരു ആലോചന കൂടി വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. അതും ഒരു നല്ല കാര്യമാണ്. കാരണം മാസാമാസം നമുക്ക് റിവിഷൻ ചെയ്യാം, കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റും. അത്തരം ഒരു തീരുമാനം കൂടി നടപ്പിലായി കഴിഞ്ഞാൽ അതൊരു നല്ല അനുഭവമായിരിക്കും. അതായത് ടേം എക്സാം വെറും 2 തവണ മാത്രമായി ചുരുക്കുന്നു. പകരം മന്ത്ലി എക്സാംസ് അധ്യയന വർഷത്തിൽ ആഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി ഇത്തവണ മുതൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഈ 2 മാറ്റങ്ങളും വളരെ നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഒരു അധ്യയന വർഷം ഒരിക്കൽ കൂടി വിദ്യാർത്ഥികൾക്ക് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.